സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 360, 361 ആണ് ഗൈസ്. 2 ദിവസം കുറച്ച് തിരക്കിലായിപ്പോയി. അതിനു മുമ്പ് നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ ഒക്കെ ഇറങ്ങിയതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ബ്ലാക്ക് ലോന്റെ വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാഞ്ഞത്. എന്നാൽ നമുക്കിനി വെറും 16 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളൂ ബ്ലാക്ക് ലോന്റെ മാങ്ക ഇടുന്ന കോട്ട പകാനായിട്ട്. പക്ഷെ കോട്ട പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. 4-3 മാസമൊക്കെ കൂടാൻ നിർത്താണ്ട് 1-2 ചാപ്റ്റേഴ്സ് ഇറങ്ങുന്നത് തന്നെ. എന്തായാലും ഞാൻ ഒട്ടും തന്നെ വൈകിക്കുന്നില്ല, കാരണം നിങ്ങൾ എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗിലാണ്. സോ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ തുറക്കാൻ മറക്കണ്ട. നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ നോയില പുള്ളിക്കാരിക്ക് കിട്ടിയ ആ പുതിയ പവറപ്പിൽ നിന്ന് സീ ഡ്രാഗൺ റോഡ് യൂസ് ചെയ്യുവാണ്. വളരെ വലിയൊരു അറ്റാക്ക് ആയിരുന്നെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് അവളുടെ അമ്മ നോയിലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നോയില ഞാനിതാ വരുവാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പ്രോപ്പർ ഫൈറ്റ് അങ്ങനെ തുടങ്ങാൻ പോകുവാണ്. പക്ഷെ ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ യൂണോ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. യൂണോ എന്തൊക്കെ ചെയ്തിട്ട് ലൂഷ്യസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതൊക്കെ ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. ലൂഷ്യസ് പറയുന്നുണ്ട്, ഇവന്റെ എജിലിറ്റി വളരെയധികം കൂടുതലാണ്. അവന്റെ വിൻഡ് മാജിക്കും സ്റ്റാർ മാജിക്കും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് മാത്രം അവന്റെ സ്പീഡും എന്റെ പ്രൊഡിക്ഷൻസിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് യൂണോ നമ്മുടെ ലൂഷ്യസിന്റെ പുറകിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ലൂഷ്യസ് അത് കൈ കൊണ്ട് തന്നെ പിടിക്കും. എന്നിട്ട് അവിടുന്ന് നമ്മുടെ യൂണോനെ എഴുതിയൊരു ഭിത്തിയിലേക്ക് ഇടിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു യൂണോ, എന്റെ ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും. നിന്റെ സോള് എന്റെ കൺട്രോളിൽ ഉള്ളിലാണ്. ലൂഷ്യസ് എന്നിട്ട് ആ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ യൂണോ അത് പുള്ളിയുടെ ഒരു ഷീൽഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വിൻഡ് മാജിക് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഷീൽഡാണ്. ഇതിന്റെ നേരെ വരുന്ന എല്ലാ അറ്റാക്സും ഇതിന് ഡിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് കാണാൻ നേരം സത്യം പറഞ്ഞാൽ ലൂഷ്യസ് ഞെട്ടിയിരിക്കുവാണ്. എന്നാൽ ലൂഷ്യസ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ യൂണോ അവിടേക്ക് വന്ന് പുള്ളിക്കാന്റെ ഒരു കൊമ്പ് പൂർണ്ണമായിട്ടും മുറിച്ചു കളയും. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? അവന്റെ വേഗത കൂടിയല്ലോ. എനിക്ക് ഇങ്ങനെ കുറെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് എൻഡ് ചെയ്യണം. ഇവിടെ എന്തുവാണ് സംഭവിക്കുന്നത്? ഇതൊന്നും ശരിയല്ലല്ലോ. എനിക്കറിയാവുന്ന യൂണോ അല്ല, യഥാർത്ഥ യൂണോ, ക്ലോർ കിൻഡത്തിലെ യൂണോയ്ക്ക് ഇത്രയധികം പവേഴ്സ് കിട്ടേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യൂണോ ഇവിടെയുള്ളതല്ല. അത് പകരം സ്പേറ്റ് കിങ്ഡത്തിലുള്ളതാണ്. അവിടെയായിട്ട് റെബലിയനും ഉണ്ടായിട്ടുമില്ല. അത് മാത്രമല്ലാതെ അവൻ വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ സ്റ്റാർ മാജിക് ഒന്ന് മാസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇവൻ അങ്ങനെയല്ല. ഇവൻ ആ ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്, അതും 1 വർഷം കൊണ്ട് തന്നെ. ഇപ്പോ അവൻ അതിലും സ്ട്രോങ്ങർ ആണ്. ഇവന്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണ്. യങ്ങസ്റ്റ് സിൽവിയായിട്ടുള്ള നോയിലയ്ക്ക് ഇത്രയധികം പവേഴ്സ് കിട്ടേണ്ട കാര്യമില്ല. അവൾ ഒരിക്കലും ഇത്ര സ്ട്രോങ്ങർ ആയിട്ടില്ല. മറി ലിയോണ ഭയങ്കരധികം ഡേഞ്ചറസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഫുജിലിയൻ എപ്പോഴും മരിക്കേണ്ടതായിരുന്നു. അത് മാത്രമല്ലാതെ ഈ മാജിക് നെറ്റ്സും ഇപ്പോഴും മരിക്കാതെ പിടിച്ചു നിൽപ്പുണ്ട്. ഞാൻ കണ്ട ഫ്യൂച്ചർ ഇതല്ല, ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ഫ്യൂച്ചറും ഇതല്ല. എന്താണ് ഇവിടെ വ്യത്യാസം? എന്താണ് ഇവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത്? അപ്പോഴാണ് ലൂഷ്യസ് ആ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഈ യൂണോ ഇവൻ എപ്പോഴും അവസാനത്തെ ബ്ലോ ചെയ്യുന്ന ഒരുത്തനാണ്. അത് ലൂസിഫറുടെ ഫൈറ്റിലാണെങ്കിൽ അവസാനം ഇവനാണ് സഹായിച്ചത്. അല്ല, യൂണോ മാത്രമല്ല, ഈ ലോകവും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിന്റെ ഫ്യൂച്ചർ എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. സോ ഇതാണല്ലേ ആസ്റ്റ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു ലോകം, എനിക്ക് വായിക്കാൻ കഴിയാത്ത ലോകം. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ യൂണോ ലൂഷ്യസിനെ 2ആയിട്ട് വെട്ടി മുറിക്കുന്നുണ്ട്. ചോരയുമായി ലൂഷ്യസ് നേരെ താഴത്തേക്ക് വീഴും. യൂണോട്ടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. ലൂഷ്യസ് മരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ശരീരം 2ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ചോരയായിട്ട് അവിടെ കിടക്കുവാണ്. ലൂഷ്യസ്, ഞാനിവിടെ വിജയിച്ചു. പെട്ടെന്ന് ലൂഷ്യസ് യൂണോയുടെ പുറകിൽ പ്രത്യക്ഷപ്പെടും. ആ ലൂഷ്യസ് നമ്മുടെ യൂണോനെ അറ്റാക്കിങ് ചെയ്യുന്നുണ്ട്. അത് ബ്ലോക്ക് ചെയ്ത് യൂണോ ബാക്കിലേക്ക് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഇല്യൂഷൻ അല്ല, അത് ലൂഷ്യസിന്റെ ബോഡി തന്നെയാണ്. പക്ഷേ അപ്പോൾ ഇതാരാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യൂണോ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ പൊടിയാൻ തുടങ്ങും. അത് മാത്രമല്ലാതെ കുറച്ചധികം ബിൽഡിങ്സ് മേലിലേക്ക് ഉയരാനും തുടങ്ങും. അപ്പൊ നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, നിലവിൽ എനിക്ക് സോൾ മാജിക്കും ബ്ലഡ് മാജിക്കും ബോഡി മാജിക്കും അത് മാത്രമല്ലാതെ ബോൺ മാജിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ നിലവിൽ എന്നെ ക്ലോൺ ചെയ്യാൻ സാധിക്കും. ഇത് കേൾക്കാത്ത യൂണോ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. എന്ത് ക്ലോണോ? യൂണോ, നീ ഇപ്പൊ എന്നെ തന്നെ സർപ്പാസ് ചെയ്തു, എന്റെ ഫോർകാസ്റ്റ് സർപ്പാസ് ചെയ്തു. പക്ഷേ കാര്യമില്ല, ഞാൻ ഈ സ്ഥലം മാറ്റിമറിക്കാൻ പോകുവാണ്. ഭാവിയിലെ എന്റെ വിസാർഡ് എംബറിന്റെ ഒരു അടിത്തട്ടാക്കി ഞാൻ മാറ്റാൻ പോകുവാണ്. ഇതെല്ലാം പറയുന്നത് നമ്മുടെ യഥാർത്ഥ ലൂസിഫറോ ഇതിന്റെയൊക്കെ മുകളിൽ, അതായത് ക്ലോർ കിൻഡത്തിന്റെ മുകളിൽ ഒരു സാധനത്തിനകത്താണ് ഇരിക്കുന്നത്. അതിനിപ്പോ എന്താ? നിങ്ങളിപ്പോ 2 പേരുണ്ടെങ്കിൽ എനിക്കെന്താ? ഞാൻ നിങ്ങളെ 2 പേരെയും ഡിഫീറ്റ് ചെയ്യും. ഓഹോ, നിന്നോട് ആര് പറഞ്ഞ് ഞാൻ 2 പേരെ ഉള്ളെന്ന്? പിന്നെ കാണിക്കുന്നത് ലൂഷ്യസിന്റെ ഒരു ക്ലോൺ ആർമി തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ മൾട്ടി ഷാഡോ ക്ലോൺ ജൂട്സു. യൂണോ, നീ സ്ട്രോങ്ങർ ആണ്, പക്ഷെ ഇതിൽ കൂടുതൽ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ലൂഷ്യസിന്റെ ക്ലോൺസിനെ കണ്ടപ്പോൾ എല്ലാവരുടെയും ധൈര്യം ചോർന്നു. അവരുടെ എല്ലാവരുടെയും ആ ഒരു ഫൈറ്റിംഗ് വില്ല് താഴത്തേക്ക് വീണു. അവരെല്ലാവരും മുട്ടുകുത്തി. എന്നാൽ നമ്മുടെ നോയില അവിടെ വിട്ടുകൊടുത്തില്ല. അവൾ പറയുന്നുണ്ട്, നമുക്ക് ഇനിയും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബുൾസിനാണ് കാണിക്കുന്നത്. അവിടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് വന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. വിച്ച് ക്യൂൻ, ഞങ്ങളെ സഹായിക്കൂ. ഈ ലോകം ആപത്തിലാണ്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമെന്ന്.
പേടിക്കണ്ട, അവനിപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷേ അവൻ ഇവിടെ അടുത്തൊന്നും അല്ലെന്ന് മാത്രം. പക്ഷേ എന്റെ പവേഴ്സ് കൊണ്ട് എനിക്ക് അവനെ സമൺ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അവൻ അത്രയും ദൂരത്താണുള്ളത്. പെട്ടെന്നായിരുന്നു ആ ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. അതോർത്ത് നിങ്ങൾ പേടിക്കാൻ വേണ്ട, അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ കോറൽ പീക്കോക്സിന്റെ ക്യാപ്റ്റൻ ആണ്. പയ്യനില്ലേ ആസ്റ്റ, അവന്റെ ഫ്യൂച്ചർ ആർക്കും വായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ നമുക്ക് ആവശ്യമാണ്. അവനാണ് ലൂഷ്യസിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. നമ്മൾ 3 പേരും ഈ ജനറേഷനിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് വിച്ചസ് ആണ്. സോ നമ്മൾ 3 പേരും ഒരേപോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നോട് പറയാതെ ഈ ഫോറസ്റ്റ് വിട്ടു, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം തിരിച്ചു കയറി വന്നിട്ട് ഇങ്ങനെയാണോ എന്നോട് സംസാരിക്കുന്നത്? യുവർ മാജസ്റ്റി, അത് സത്യമാണ്, പക്ഷെ ഇപ്പോ അതിനുള്ള സമയമല്ല. ഈ ലോകം വളരെ വലിയ ആപത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അവർ 3 പേരും കൂടെ ഒരു വലിയ റിച്വൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അന്നെ നടക്ക് നമ്മുടെ ഫിൻഡ്രൽ നിപ്പോണ്ട്. ഫിൻഡ്രലിന് സത്യം പറഞ്ഞാൽ നല്ല പേടി വരുന്നുണ്ട്, കാരണം പുള്ളിക്കാരനെ ഏതൊരു സാക്രിഫൈസ് പോലെയാണ് കാണുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഈ സ്പെല്ല് വളരെ കിടിലൻ സ്പെല്ലാണ്. കാരണം ഈ സ്പെല്ലിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ ലാൻഡ് ഓഫ് ദി സണ്ണിൽ ആസ്റ്റയ്ക്ക് ആ ഒരു ബ്ലാക്ക് പോൾസിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഉടുപ്പില്ലേ, അത് തിരിച്ചു കൊടുക്കുവാണ്. ആസ്റ്റയായിട്ട് തിരിച്ചു പോകാനായിട്ട് അത് വിട്ടുകൊണ്ട് റെഡി ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്.